ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ ടോക്സ് വിത്ത് അർച്ചന. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്ന് സൺഡേ ആയിട്ട് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് കരുതി, ഒരു സൺഡേ വ്ളോഗ്. സോ ആഫ്റ്റർ എ കപ്പിൾ ഓഫ് ഡേയ്സ് അഗെയിൻ ഐ എം കം ബാക്ക് വിത്ത് എ സൺഡേ വ്ളോഗ്. ഓക്കെ, ഇത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. രാവിലെ തൊട്ടേ ഉള്ളത് കാണിക്കുന്നതിലൊരു വെറൈറ്റിക്ക് ഞാൻ ഒരു ദിവസത്തിൻ്റെ പകുതി തൊട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ രാവിലെ ഞാൻ കുറച്ച് മൂഡ് ഓഫ് ഒക്കെ ആയിരുന്നു, എനിക്ക് എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സോ ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന, അതായത് ലഞ്ചൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച്, ഞാനും ഒപ്പം ലഞ്ചൊക്കെ കഴിച്ച്, ലഞ്ച് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചോറ്, പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ വറുത്തതും ഉണ്ടായിരുന്നു, അതായിരുന്നു കഴിച്ചത്. അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു വൈകുന്നേര സമയത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പുറത്തേക്ക് നോക്കണത്. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കർട്ടണില്ലേ, അതൊക്കെ പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കാറ്റടിച്ചിട്ട്. അപ്പോൾ എനിക്ക് പൊതുവേ കാറ്റ് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം കാറ്റൊക്കെ കണ്ടിരുന്ന് നമുക്ക് പോയി ഒരു ചായ ഉണ്ടാക്കിയാലോ? നല്ല ചൂടുള്ള കട്ടൻ ചായ ഉണ്ടാക്കാം. കമാൺ. അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ പോയപ്പം അവിടെ ഒടുക്കത്തെ കാറ്റാണ്, അവിടെ ഭയങ്കര കാറ്റാട്ടോ. കാര്യം നമ്മൾ ഈ ഹാളിൽ ഇരിക്കുന്ന സമയത്ത് അത്ര കാറ്റുണ്ടാവില്ല, ചെറിയ രീതിയിലുണ്ടാവും. പക്ഷെ അടുക്കളയിൽ ആ ഒരു ഡോറ് തുറന്നാലുണ്ടല്ലോ ഭയങ്കര കാറ്റാണ്. നല്ല രസമാണ് അതുകൊണ്ട് അവിടെ നിൽക്കാൻ. കാര്യം ഇവിടെ മുംബൈയിൽ, നമ്മളിപ്പോൾ താമസിക്കുന്ന നവി മുംബൈ ഏരിയയിൽ വല്ലപ്പോഴും പെയ്യുന്ന മഴയാണ്. ചിലപ്പോൾ 1-2 ദിവസങ്ങളിലോ ഒക്കെയാണ് മഴ നമുക്ക് കാര്യമായിട്ട് കിട്ടുകയുള്ളൂ. ഇന്നിപ്പോൾ മഴ പെയ്തിട്ടുണ്ടായി. അപ്പം ചൂടാണ് ഇവിടെ, പൊതുവേ ചൂടാണ്. അപ്പോൾ ഈ ചൂടത്ത് കുറച്ച് കാറ്റൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്ന ഒരു ആശ്വാസമുള്ള കാര്യമാണല്ലോ. മഴ പെയ്യുന്നതിൻ്റെ മുന്നേ ഒരു ഭയങ്കര ഒരു പുഴുക്കൽ പോലെയാണ്. സോ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാത്രമാണ് ഞാൻ എടുക്കുന്നത്. സോ ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ പാത്രങ്ങളിലാണ് പൊതുവേ ചായ ഉണ്ടാക്കുക. അപ്പം അങ്ങനെ ഞാൻ ചായ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഗൈസ്. അപ്പം ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിവിടെ യൂസ് ചെയ്യുന്നൊരു വെള്ളത്തിൽ ക്ലോറിൻ ഉണ്ട്. സോ നമ്മൾ ഒരു എത്ര രൂപയാണ്, 60 രൂപയ്ക്ക് 20 ലിറ്ററിൻ്റെ കുപ്പി മേടിക്കും. അപ്പം വാട്ടർ കിട്ടും നമുക്ക്, അതാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അത് കുടിക്കുമ്പോൾ അത്ര പ്രശ്നമില്ല. കാര്യം നമ്മൾ ഈ ക്ലോറിൻ അല്ല, കാൽഷ്യം വാട്ടർ എപ്പോഴും ഇങ്ങനെ കുടിക്കുന്നത് അത്ര നല്ലതല്ലോ നമ്മുടെ ഹെൽത്തിന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വെള്ളം വാങ്ങിച്ചിട്ട് അതാണ് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുക. പിന്നെ ചായ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് ആ വെള്ളം തന്നെയാണ്. സോ ഞാൻ ഗ്യാസ് കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. ഗ്യാസ് കത്തിച്ചു, വെള്ളം ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പഞ്ചസാരയും അതുപോലെ തേയിലപ്പൊടി ഇടാം. ഞാൻ തേയിലപ്പൊടി ഇങ്ങനെ തപ്പുകയാണ്. തേയിലപ്പൊടിയല്ല, ഇപ്പം ഞാൻ പഞ്ചസാരയാണ് തപ്പുന്നത്. തേയിലപ്പൊടി ഓൾറെഡി ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയാണെന്നുള്ളത്, പക്ഷേ ഞാൻ പഞ്ചസാര കണ്ടിട്ടുണ്ടായില്ല. സോ അങ്ങനെ ഞാൻ പഞ്ചസാര എടുത്തു. ആൻഡ് ഇനി കുറച്ച് കഴിഞ്ഞ് ഗ്ലാസ് എടുക്കണം. കുറച്ച് കഴിഞ്ഞൊന്നല്ല, ഗ്ലാസ് ഓൾറെഡി ഞാൻ എടുത്തു. അപ്പോൾ ഗ്ലാസ് ഞാൻ കഴുകാൻ പോയതായിരുന്നു. അതിൻ്റെ ഇടയിൽ ഗ്ലാസ് കഴുകി നമ്മൾ 1 ടീസ്പൂണാണ് പഞ്ചസാര ഇടുക. ഞാൻ അപ്പൂനോട് പറയും, അപ്പൂന് എത്ര ചായ കിട്ടിയാലും മതിയാവില്ല കേട്ടോ. അവനിപ്പോൾ ഒരു ദിവസം 4 ചായ കൊടുത്തു കഴിഞ്ഞ് കുടിക്കുന്ന കൂട്ടത്തിലാണ്. സോ ഞാനിങ്ങനെ അവൻ്റെ അടുത്ത് എപ്പോഴും പറയും പഞ്ചസാരേൻ്റെ ഉപയോഗമൊക്കെ വളരെ കുറയ്ക്കണം. എന്നിട്ട് ഞാൻ തന്നെ എന്തേ മധുരമുള്ളത് കിട്ടിയാൽ കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വീറ്റ്സൊക്കെ, അതുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. പക്ഷേ വൺസ് ഞാൻ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കാലം അതങ്ങനെ പോകും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഇത് ബ്രേക്ക് ചെയ്യും, അതുകൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷെ കഴിയുന്നതും പഞ്ചസാര ഒഴിവാക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഞാൻ പറയുന്നത് ശ്രമിക്കാറുണ്ട്. എത്ര തവണ അത് വിജയകരമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എന്തെങ്കിലും നല്ലത് കണ്ടു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്വീറ്റ്സൊക്കെ ആണെങ്കിൽ എന്നോട് കഴിച്ചു പോകും. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. ഞാൻ നല്ലൊരു ചായ മേക്കറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഭേദമില്ലാണ്ട് ഉണ്ടാക്കും. പക്ഷേ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കുന്ന ചായക്ക് ഭയങ്കര ഒട്ടുക്കത്തെ ടേസ്റ്റാണ്. അതെന്താണെന്ന് അറിയില്ല, അവർ ചിലപ്പോൾ അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ടോയെന്ന്. ഞാൻ അങ്ങനെ പൊതുവേ ചായ കുടിക്കാത്ത ഒരാളായിരുന്നു, ചായയും കാപ്പിയും. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എൻ്റെ കാപ്പി കൂടിയല്ല, ചായ കൂടി കുറച്ച് കൂടിയിട്ടുണ്ട്. കാര്യം നമ്മുടെ കമ്പനിയിൽ മസാല ചായ കിട്ടും, ഒട്ടുക്കത്തെ ടേസ്റ്റാണ്. കാര്യം അതിൽ മസാല ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ സ്പൈസസ് ആയിട്ടുള്ള അല്ല, പൊടിച്ചിട്ടുള്ള മസാലയുണ്ട്, പാക്കറ്റിൽ കിട്ടും. അത് ആഡ് ചെയ്തിട്ട് അവർ പാൽച്ചായ നമുക്ക് 2 നേരം കമ്പനി കിട്ടും. ഒട്ടുക്കത്തെ ടേസ്റ്റാണ് കഴിച്ചത് അതിന്. അപ്പോൾ ഞാൻ അങ്ങനെ 2 പ്രാവശ്യമൊക്കെ ചായ കുടിച്ച് പിന്നെ ഞാനത് 1 നേരമാക്കി. കാര്യം 2 നേരം ചായ കുടിക്കുന്നത് നമുക്ക് നല്ലതല്ലല്ലോ. ഇനി ഞാൻ 1 നേരമാക്കി. ഇനി ആ 1 നേരം ഉള്ളതും എനിക്ക് കട്ട് ചെയ്യണം. കാര്യം ചായ ഒരു തരത്തിലും നല്ലതല്ല. ഓൾറെഡി എനിക്ക് ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറവുള്ളത് കൊണ്ട് ഞാൻ ചായ അങ്ങനെ അധികകാലം കുടിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ നല്ലോണം മധുരമിട്ടിട്ടാണ് അവരവിടെ ചായ തരുന്നത്. സോ ഇവിടെ ഞാൻ 1/2 ഗ്ലാസ് ചായയാണ് അപ്പൂന് കൊടുക്കുന്നത്. കാര്യം ഇതത്ര നല്ലതല്ലല്ലോ ഈ കുടിക്കണ ചായ. പക്ഷെ ചായ പലർക്കും ഒരു വികാരമാണ്. ചായനെപ്പറ്റി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അടി വീഴും, അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല.
സോ ഞാനിവിടെ കട്ടൻ ചായ ഉണ്ടാക്കി അപ്പൂന് കൊടുക്കാം. നമുക്ക് പോയിട്ട് കുളിച്ചിട്ട് വരാം. ഇവിടെ ഇപ്പം നല്ല ടൈമാണ്. ഐ മീൻ വലിയ മഴയില്ല, വലിയ ചൂടുമില്ല, ബട്ട് എപ്പോൾ കുളിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പം നമുക്ക് പോയിട്ട് കുളിച്ചിട്ട് വരാം. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് സ്കിൻ കെയർ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായില്ല. കാര്യം അപ്പോൾ കിടന്ന് ഉയാരുണ്ടാക്കുന്നുണ്ടായിരുന്നു. ഉയാരുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് വയ്ക്കുക, അല്ലെങ്കിൽ എന്താ ഇപ്പം അതിന് പറയാം, നമ്മൾ പേരാമ്പ്രക്കാർ ഉയാരുണ്ടാക്കുക എന്നാണ് പറയുക. എന്നുവെച്ചാൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒച്ചത്തിൽ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് പുറത്ത് പോവാമെന്ന്. എന്താ വെച്ചാൽ നമുക്ക് അധികം ലേറ്റായി കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ കിട്ടാൻ പ്രയാസമൊന്നുമില്ല. അവിടെ ഒരു 8:30-9 മണി വരെയൊക്കെ മാർക്കറ്റ് ഉണ്ടാവും. പക്ഷേ ഓൾറെഡി അപ്പോഴത്തേക്ക് എല്ലാ സാധനങ്ങളും എല്ലാവരും വാങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്നത് നേരത്തെ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത്. നേരത്തെ എൻ്റെ അടുത്ത് കുളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഞാൻ ആസ് യൂഷ്വൽ ഒരു 5:45, 6 മണിയായ സമയത്താണ് കുളിക്കാൻ പോയത്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡിയായിട്ട് പുറത്ത് പോകാനായിട്ട് പോവാണ് ഗൈസ്. പുറത്ത് പോയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടുത്തെ സൺഡേ മാർക്കറ്റ് കാണിച്ചു തരാം. ഇവിടെ സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ മാർക്കറ്റ് ഉണ്ടാവില്ല. ശനി ഞായർ ദിവസങ്ങളിലാണ് നമ്മുടെ നവി മുംബൈ ഏരിയയിൽ മാർക്കറ്റ് ഉണ്ടാവുക. സാധാ യൂഷ്വൽ മാർക്കറ്റ് എല്ലാ ഏരിയാസിലുള്ളത് പോലെ തന്നെ ഇവിടെയുണ്ട്. ശനിയാഴ്ചയാണേലും ഞായറാഴ്ച ആകുമ്പോഴാണ് ഈ ഡ്രസ്സ് അതുപോലുള്ള ഐറ്റംസൊക്കെ കൂടുതൽ വരിക. പക്ഷേ ശനിയാഴ്ച ആകുമ്പോൾ പച്ചക്കറികൾ മാത്രമാണ് കൂടുതലും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പൂൻ്റെ 2 പാൻസ് കൊടുത്ത് അതൊന്ന് ഓൾട്ടർ ചെയ്യാനുണ്ട്. നമ്മളെ ടൈലറിങ് ഷോപ്പിൽ കൊടുത്തിട്ട് അതൊന്ന് ഓൾട്ടർ ചെയ്യണം. സോ അവൻ്റെ 2 പാൻറ് എടുത്ത്, പിന്നെ നമുക്ക് പച്ചക്കറികളും അതുപോലെ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളൊരു ക്യാരി ബാഗ് ഉണ്ട്, അതും കൂടി എടുത്തിട്ട് നമ്മൾ താഴേക്ക് പോവാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6:15, 6:30 ഏകദേശം ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാവും. ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് കുറച്ച് നേരത്തെയാണ്. അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് ഈ പറയുന്നതിലൂടെ 7 മണിയൊക്കെ ആവും, അല്ലെങ്കിൽ 7:15, ചില സമയത്ത് 7 നേരത്തെ പോകട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എന്താ പറയുക, അപ്പൂൻ്റെ പാൻറ്റൊക്കെ തയ്ക്കാൻ കൊടുത്ത് നമ്മൾ പുറത്തേക്ക് പോവാണ് ഗൈസ്. പുറത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാർക്കറ്റിലേക്ക് പോകുന്ന ഈ ഒരു റോഡിൽ സൈഡിലൊക്കെ നോക്കിയാൽ ആക്ച്വലി ഈ ഒരു വീഡിയോ ശരിക്കും ഫോക്കസ് ആയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബ്ലർ പോലെ. ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിലാണല്ലോ എടുക്കുന്നത്. അപ്പം എനിക്കങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് എൻ്റെ കഴിവുകളൊന്നിട്ട് പുറത്തെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ സൈഡിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം 1-2 കടകളൊക്കെ ഉള്ളത്. 1-2 അല്ല, ഒരുപാട് കടകളുണ്ട്. പക്ഷേ എൻ്റെ വീഡിയോയിൽ എല്ലാം കറക്റ്റ് പതിഞ്ഞില്ല എന്ന് മാത്രം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോകുന്ന ആൾക്കാർ തീർത്തും എൻ്റെ ഫോണിലേക്കും അതുപോലെ തന്നെ എന്നെ തന്നെയും തുറച്ച് നോക്കണ്ടായിരുന്നു. കണ്ട സൈഡിലൊക്കെ ഡ്രസ്സിൻ്റെയും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ കടകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വാങ്ങിയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ അത്. ആൻഡ് ഞങ്ങൾ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങി. മധുരക്കിഴങ്ങ് എവിടെ കണ്ടാലും ഞങ്ങൾ വാങ്ങും. ഓൾമോസ്റ്റ് എല്ലാ ഞായറാഴ്ചയും ഞങ്ങൾ വാങ്ങുന്ന സ്ഥിരം സാധനങ്ങളിലൊന്നാണ് മധുരക്കിഴങ്ങ്. ആൻഡ് മധുരക്കിഴങ്ങിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മൾ തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മുടെ എന്താ പറയുക, ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, അവിടെ കുറേ ഫ്ലാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പു പണി കഴിച്ച കുറേ ഫ്ലാറ്റാണ്. അപ്പോൾ ഞാനത് കുറച്ച് പ്രൗഡായിട്ട് തന്നെ പറയട്ടെ. ഐ മീൻ അപ്പു സിവിൽ എഞ്ചിനീയർ ആണല്ലോ. സോ അവൻ്റെ എൻജിനീയറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കുറച്ച് പ്രോജക്ട്സാണത്. 40 ഫ്ലാറ്റ്സ് എങ്ങാൻ ഏകദേശം ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇതെല്ലാം അവൻ പണി കഴിപ്പിച്ചതാണ്. ഓക്കെ, ഈ സ്ഥലം വരുന്നത് ബാമൺഡോഗിരിയാണ്. ഇപ്പോൾ എനിക്ക് സ്ഥലം കിട്ടി. അപ്പോൾ ബാമൺഡോഗിരി എന്ന് പറയുന്ന സ്ഥലമാണ് നവി മുംബൈ തന്നെയുള്ള. സോ അപ്പോൾ നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. കാര്യം വെറുതെ പോയിട്ട് കാര്യമില്ലല്ലോ. കാര്യം ഇന്ന് മുംബൈ ഇന്ത്യൻസിൻ്റെ കളി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞിരുന്നു കളി തുടങ്ങുന്നതിൻ്റെ മുന്നേ എനിക്ക് പോകണം. കാര്യം ഫസ്റ്റ് ബാറ്റിംഗ് മുംബൈ ഇന്ത്യൻസാണ്. പക്ഷേ മഴ കാരണം കുറച്ച് ഡിലേ ആയിരുന്നുണ്ടായിരുന്നു ബാറ്റിംഗ്. അതുകൊണ്ട് കുറച്ച് അധികം നേരം നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് പോയത്. പക്ഷേ പോകുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്തു, മഴ പെയ്തു. അപ്പോൾ മഴ പെയ്യുന്നത് വരെ നമ്മളവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ കാർമേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ട് കൂടി നിൽക്കുന്നത് കണ്ടായിരുന്നു. അപ്പോഴൊന്നും ഞാൻ ചിന്തിച്ചില്ല മഴ പെയ്യുന്നു. ബട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മൾ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് മഴ കിട്ടിയപ്പോൾ, നല്ല രീതിയിൽ മഴ പെയ്തപ്പോൾ നമ്മൾ ഇതുപോലുള്ള പ്രൊജക്റ്റ് നടക്കുന്ന ഒരു സൈറ്റ് ഉണ്ടായിരുന്നു. അവിടെ കയറി കുറച്ച് നേരം നിന്നു. ഞങ്ങളാണെങ്കിൽ പിന്നെ കോട്ട് എടുത്തില്ല. കാര്യം മഴ പെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പം ആ പുറത്ത് പണി നടക്കുന്ന ഒരു ചേട്ടനുണ്ട് ഈ സൈറ്റിൻ്റെ. അപ്പോൾ ആ ചേട്ടനാണ് പറഞ്ഞത് അകത്തേക്ക് കയറി ഇരുന്നോളൂ എന്ന്. അപ്പോൾ മനുഷ്യത്വമുള്ളൊരു ചേട്ടനെ കണ്ടതിൽ ഞാനും അവനും ഒരുപാട് സന്തോഷവതിയായി. വേറെ 1-2 ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ പെയ്തപ്പം ബൈക്കിൽ പോകുന്ന 2-3 പേരൊക്കെ അവിടെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായി. അപ്പം അങ്ങനെ
കണ്ടില്ല ഈ 2 ബൈക്ക്, ഒന്ന് ഈ ഒരു മഞ്ഞ ബൈക്ക് അപ്പൂൻ്റെയാണ്, ഞങ്ങളിതിലാണ് വന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബൈക്കിൽ ഒരു ചേച്ചിയും ചേട്ടനും ഒരു മോളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ ഞങ്ങളുടെ നിന്ന ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അങ്ങനെ ഗൈസ് ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ കിടക്കുകയാണ് ഗൈസ്. ഫുഡ് കഴിച്ച് കിടക്കാൻ നോക്കുകയാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ഇന്നത്തെ ദിവസം ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ അപ്പോൾ സൺഡേ ആയതുകൊണ്ട് മുംബൈ ഇന്ത്യൻസിൻ്റെ കളി കാണുന്നു, ലാസ്റ്റ് കളി കാണുന്നു. ആൻഡ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ദിവസം. അപ്പോൾ നല്ലൊരു ദിവസമാണ്. നല്ലൊരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ക്ലീനിങ് ഒക്കെ നടന്നു. അപ്പോൾ ടാറ്റ ഗൈസ്, വീണ്ടും ഒരു വീഡിയോ കാണുന്നവരേക്കും ബൈ.